ജോയ് എം എൽ എ 26ഓളം പേർ ഈ ടെലിഫോണിൽ നമ്മളോടൊപ്പം ബസ്സിനകത്തുണ്ടായിരുന്നു. തത്സമയം ചേരുകയാണ്. ശ്രീ വി എസ് ജോയ്, അങ്ങ് ആ പ്രദേശത്ത് അപകടം നടന്നെടുത്ത് ചെന്നിരുന്നു, ആശുപത്രിയിലും പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇതിപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞ് നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നു അപകടങ്ങൾ സ്ഥിരമാണ് ഈ മേഖലയിലെന്ന്. എന്താണ് അതിനൊരു പരിഹാരം കാണേണ്ടത്? തീർച്ചയായും ദേശീയപാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില മേഖലകളിലൊക്കെ അപകട സാധ്യതയുള്ള മേഖലയായിട്ട് ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇത്. ഇവിടെ ഒരു ചെറിയ അശാസ്ത്രതയുണ്ട്. നമ്മുടെ 3 വരിയായിട്ട് വരുന്ന പെട്ടെന്ന് 2 ലൈനിലേക്ക് ചുരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സർവീസ് റോഡിന്റെ എൻട്രി ഉണ്ട് അവിടെ. ആ സർവീസ് റോഡ് അതിൽ വരുന്നത് നമുക്ക് മെയിൻ റോഡിലൂടെ വരുന്ന ആളുകൾക്ക് കാണാൻ കഴിയാത്ത രൂപത്തിലാണ്. അതോടൊപ്പം തന്നെ ചെറിയൊരു ഇറക്കമുണ്ട്. മൊത്തത്തിൽ അത് കുറ്റിപ്പുറം റെയിൽവേ പാലത്തിന്റെ അവിടെയുള്ള ഒരു ചെറിയൊരു പ്രയാസമാണ്. അപ്പൊ അത് ദേശീയപാത അധികൃതരുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. ഈ അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു അപകട മേഖലയാണെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ തന്നെ ഈ ബസ് അതിവേഗതയിലായിരുന്നു, അമിത വേഗതയിലാണ് ബസ് പോയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾക്ക് മുൻപ് തന്നെ ബസ് തെന്നി നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതെ 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 അത് അമിത വേഗതയിലാണ് ബസ് സഞ്ചരിച്ചിരുന്നത്. അതിന്റെ കൂടെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തിന്റെ ഒരു അപകട മേഖലയുടെ ചെറിയൊരു ഇറക്കമുണ്ട്, വളവുണ്ട്, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും വലിയൊരു അപകടമാണ്. കാഴ്ച തന്നെ ഭീകരമായിട്ടുള്ള അപകടമാണ്. ബസ് 2ആയി പിളരുകയാണ്. ഒന്ന് അതിന്റെ ബോഡിയും ചേസും വേർപെടുന്ന സാഹചര്യമാണ്. വളരെ ഗുരുതരമായ ഒരു അപകടമാണ്. പക്ഷെ ഭാഗ്യവശാൽ നമുക്ക് അപകട നില അത്രയേറെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. കുറെ ഏറെ പരിക്കുകളൊക്കെ നിയന്ത്രണ വിധേയമാണ്. 2-3 പേർക്കുള്ള പരിക്ക് നല്ല സാരമായ പരിക്കാണ്. ഒരാൾ മരണപ്പെട്ടു, കോഴിക്കോട് സ്വദേശി. ആശുപത്രിയിൽ പോയിരുന്നോ? ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. നമുക്ക് ഏറ്റവും ഒരു ദുഃഖകരമായ സാഹചര്യം നമ്മുടെ ഈ മരണപ്പെട്ട ആളുടെ സഹോദരൻ ആ ബസ്സിലുണ്ടായിരുന്നു. അദ്ദേഹവും പരിക്ക് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സഹോദരനും മായി യാത്ര ചെയ്യുമ്പോഴാണ് ഒരാൾ മരണപ്പെട്ടത്. അതൊരു അപകടത്തിൽ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത് ബാക്കി നടപടികൾക്കായിട്ട് ഇപ്പോൾ കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ശരി, വളരെയധികം നന്ദി. ശ്രീ വി എസ് ജോയ് എം എൽ എ ആണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം അപകട സ്ഥലത്തും ആശുപത്രിയിലും ഒക്കെ എത്തിയിരുന്നു. എന്താണ് ഈ സ്ഥലത്തിന്റെ ഈ അപകടം സ്ഥലത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം എന്നത് പരിശോധിക്കും. ദേശീയപാത അതോറിറ്റിയുമായി സംസാരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.